ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് LDF ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് 21,80,00,000 രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 16,26,00,000 രൂപ മാത്രമാണ് ലഭിച്ചത്. അവസാന ഗഡു അനുവദിക്കാതിരുന്നതോടെ നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യമായി ബാധിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീർച്ചയായിട്ടും ചാലക്കുടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് സർക്കാർ പുതിയ പദ്ധതിയിൽ, അതായത് പുതുക്കിയ ബഡ്ജറ്റിൽ ഫണ്ടുകൾ ഈ വർഷത്തെ കൊടുത്തതാണെന്ന് ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് വലിയ കുറവൊന്നും വെട്ടിക്കുറച്ചു, എല്ലാ പദ്ധതികളും അതാണത്തിലായെന്നാണ് LDFന്റെ ഒരു ആരോപണം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വർഷത്തെയും സർക്കാർ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിന്റെ കണക്ക്, ഇത് ആധികാരികമായിട്ടുള്ളൊരു കണക്കാണ്. ഈ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2022-23 ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 18,87,00,000 രൂപയായിരുന്നു. അത് 2023-24 വന്നപ്പോൾ 15,97,00,000. അത് 24-25 വന്നപ്പോൾ 17,50,00,000. ഈ കഴിഞ്ഞ വർഷം അത് 21,80,00,000. ഈ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റ് 16,82,00,000. സ്വാഭാവികമായി വലിയൊരു കുറവ് വന്നു. അത് സ്വാഭാവികം നമുക്കറിയാം, സർക്കാരൊക്കെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു, കുറവ് വന്നു എന്നറിയാം. ഇതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്ന് അതിന്റെ റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ റിവൈസ്ഡ് ബഡ്ജറ്റിൽ മുനിസിപ്പാലിറ്റികളുടെ പദ്ധതി വിഹിതം ഒരുപിടി വെട്ടിക്കുറച്ചു എന്നാണ് ആക്ഷേപം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതേസമയം ഈ സാമ്പത്തിക വർഷത്തേക്ക് മുൻ ബജറ്റിൽ 16,82,00,000 രൂപയായിരുന്നു നഗരസഭയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 16ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതം ഉൾപ്പെടുത്തി ഇത് 26,12,00,000 രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് LDF ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.